മലയാളികൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്തൊരു സിനിമയാണ് മണിച്ചിത്രത്താഴ് അല്ലെ. അതിൽ ഗംഗ എന്ന് പറഞ്ഞ സാധാരണ ഒരു പെൺകുട്ടി എങ്ങനെയാണ് നാഗവല്ലിയായി മാറിയത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ശരിക്കും എന്താണ് അവിടെ സംഭവിച്ചത്? ഒരു ആത്മാവ് വന്ന് ശരീരത്തിൽ കയറിയതാണോ? അല്ല, നിങ്ങളുടെ ബ്രെയിനിൻ്റെ ഒരു പ്രത്യേക അവസ്ഥയാണത്. ഈ അവസ്ഥയെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കി എന്താ ഗുണം എന്നറിയാം. ഇന്ന് നിങ്ങൾ ജീവിക്കുന്ന ഈ ജീവിതം നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മറ്റൊരു വ്യക്തിത്വത്തെ സ്വന്തം തലയിലേക്ക് കയറ്റാൻ നിങ്ങൾക്ക് കഴിയും. അതെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പുതിയ പ്രേതത്തെ നിങ്ങളുടെ ഉള്ളിലേക്ക് കയറ്റാം. ഗംഗയുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഗംഗയുടെ ബ്രെയിന് നിലവിലുള്ള ആ വ്യക്തിയോട് താല്പര്യമില്ലാതെ വന്നു അല്ലേ. കാരണം അവിടെ വലിയ കാര്യമൊന്നുമില്ല. ആ സമയത്ത് ഗംഗ ഒരു നോവൽ വായിക്കുകയാണ്. അതിൽ നാഗവല്ലിയുടെ കഥയുണ്ട്, പോരാട്ടമുണ്ട്, പ്രതികാരമുണ്ട്, കലയുണ്ട്, ആവേശമുണ്ട്. ഗംഗയുടെ ബ്രെയിൻ ആ കഥയോട് ഒരു താല്പര്യം തോന്നി. അങ്ങനെ ആ ബ്രെയിന് നാഗവല്ലി എന്ന കഥാപാത്രത്തെ പൂർണ്ണമായിട്ടും സ്വീകരിച്ച്. ഇതാണ് പ്രേതം കയറുക എന്ന് പറഞ്ഞത്. അതായത് നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ തലയിൽ നമ്മളിപ്പോൾ രാവിലെ എണീച്ച് ഉറങ്ങിയിട്ടൊക്കെ കിട്ടുന്ന ഊർജ്ജം, ഈ ഊർജ്ജം ഉപയോഗിച്ചിട്ട് നമ്മുടെ മെമ്മറിയിൽ നമ്മൾ സ്വീകരിച്ചിട്ടുള്ള ചിത്രങ്ങളും ശബ്ദങ്ങളും ഫീലിങ്സും ഒക്കെ ഉണ്ട്. അതിന് നമ്മൾ ഊർജ്ജം കൊടുക്കും. അതായത് താല്പര്യമുള്ള കാര്യത്തിന് നമ്മൾ ഊർജ്ജം കൊടുക്കുകയുള്ളൂ. അപ്പോൾ ആ ഊർജ്ജം കൊടുക്കുന്നതൊക്കെ നമ്മളുടെ ബോധമണ്ഡലത്തിലേക്ക് വരും, നമ്മൾ അറിയും. അപ്പം നമ്മളിപ്പോൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് വെച്ചാൽ നമ്മുടെ തലയിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള ചിത്രങ്ങളും സൗണ്ടുകളും ഫീലിങ്സും ഒക്കെ ഇട്ട് അതിനെ നമ്മൾ ഊർജ്ജം കൊടുത്തിട്ട് നമ്മളായിട്ട് ജീവിക്കണം. ഇവിടെ എന്താ സംഭവിച്ചത്? ഗംഗനോട് താല്പര്യമില്ല. കാരണം വളരെ വിരസമായ ചെയ്താണ്. അതിലാണ് പോരാട്ടമൊക്കെ ഉള്ള നാഗവല്ലീൻ്റെ സ്റ്റോറി. പിന്നെ ബ്രെയിൻ ഇതറിയൂ, സ്വപ്നമാണ്, സിനിമയാണ്, അല്ലെങ്കിൽ ചിന്തിക്കണമെന്നൊന്നും അറിയാനുള്ള കപ്പാസിറ്റി ഒന്നും ബ്രെയിനില്ല. ബ്രെയിൻ അതങ്ങ് സ്വീകരിച്ചു. അപ്പോൾ ഇതേപോലെ സ്വീകരിച്ചു എന്ന് പറയുമ്പോൾ പഴയ ആളവിടെ ഇല്ല എന്നല്ല, ഗംഗ അവിടെ ഉണ്ട്. പക്ഷെ അതിற்கு ഊർജ്ജം കൊടുക്കുന്നില്ല. കാരണം ഊർജ്ജം എന്ന് പറഞ്ഞാൽ പരിമിതമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 8 മണിക്കൂർ ഉറങ്ങിയിട്ടും ഭക്ഷണം കഴിച്ചിട്ടും വിശ്രമിച്ചിട്ടും ഒക്കെ ഉണ്ടാക്കിയിട്ട് ആ ഊർജ്ജം ഒരു കഥാപാത്രം താല്പര്യമുള്ള ഈ കഥാപാത്രത്തിന് കൊടുത്താൽ തീർന്ന്. പിന്നെ ഗംഗ അവിടെ ഉണ്ട്, താഴെ ഉണ്ട്. പക്ഷെ ആ ഗംഗേനോട് ഈ ബ്രെയിന് താല്പര്യമില്ല. അതുകൊണ്ട് ഈ ഗംഗ ഉണ്ട് എന്നുള്ളത് ബ്രെയിൻ അറിയുന്നില്ല, അതിന് ഊർജ്ജം കൊടുക്കുന്നില്ല. എന്നാൽ ഈ പറഞ്ഞ നാഗവല്ലിൻ്റെ കഥയിലുള്ള പോരാട്ടം, ഇപ്പോൾ കാരണവരെ കൊല്ലുക എന്നുള്ളതാണല്ലോ അടുത്ത ഇമോഷൻ. കാരണവരെ കൊന്നതോട് കൂടിയിട്ട് ബ്രെയിൻ അറിയില്ലല്ലോ, ഡെമ്മി വെച്ചാണ് വെട്ടിയൊന്നും ബ്രെയിൻ അറിയില്ല. അപ്പോൾ ബ്രെയിനിന് ഇത് കാരണവർ മരിച്ചു എന്ന് വിചാരിച്ചു. അതോടെ ആ കഥയുടെ ഇമോഷൻ പോയി, ഊർജ്ജം എടുക്കൽ പോയി. അതോടുകൂടി ഊർജ്ജം ബാക്കിയായി. ആ ബാക്കിയുള്ള ഊർജ്ജം ഗംഗക്ക് കിട്ടിയപ്പോൾ ഗംഗ വീണ്ടും ജനിച്ചു എന്ന് വിചാരിച്ചു. വീണ്ടും നാഗവല്ലി വരില്ല എന്നോ നാഗവല്ലി പോയോ എന്നുള്ളതൊന്നുമല്ല, ഗംഗക്ക് തിരിച്ചു വരാനുള്ള ഊർജ്ജം അവിടെ കിട്ടി എന്ന് പറഞ്ഞതുപോലെ നമുക്ക് നിരന്തരം ആവർത്തിക്കുന്ന കാര്യങ്ങളെ, വികാരങ്ങളോടെ കാണുന്ന കാര്യങ്ങളെ നമ്മുടെ ബ്രെയിൻ ഏറ്റെടുക്കും. അത് നമ്മുടെ ജീവിതമാക്കി മാറ്റുകയും ചെയ്യും. ഇപ്പം കള്ളിയങ്കാട്ട് നീലിൻ്റെ ഒരു കഥ പറയാം. കള്ളിയങ്കാട്ട് നീലി യഥാർത്ഥത്തിൽ ഇല്ലാത്തൊരു കഥാപാത്രം അല്ലേ. നമ്മുടെ നാട്ടിലുള്ളവർക്ക് ഈ കഥാപാത്രം ചിലപ്പോൾ സുപരിചിതമായിരിക്കും. നീലിയുടെ കണ്ണുകൾ, മുടി, പല്ലുകൾ, കറുത്ത വാവുദിനത്തിൽ ചോര കുടിക്കാൻ വരുന്ന രൂപം, ഇതെല്ലാം ആ നാട്ടിലുള്ളവരുടെ മനസ്സിലുണ്ട്. അങ്ങനെ ഒരിക്കൽ രാത്രി ഈ നീലി ഉണ്ടെന്ന് പറയുന്ന സ്ഥലത്ത് കൂടിയിട്ട് ഒരാൾ പോവുക, നടന്നു പോവുക. ഭയം കാരണം അയാൾക്ക് ഹൃദയമിടിപ്പ് കൂടുക, ശ്വാസോച്ഛ്വാസം വേഗത്തിലാവുക, തൊണ്ടയിലെ ജലാംശം വറ്റി വരില്ല. അതായത് ശരീരം ഹൈലി ഇമോഷണലായ ഒരു അവസരത്തിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അവിടെ ഇരുട്ടിൽ ഒരു പട്ടി അങ്ങ് ഓടിട്ടാ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ശബ്ദം അങ്ങോട്ട് കേട്ടാൽ മതി, പേടിച്ച് നിൽക്കുന്ന ആ ബ്രെയിനിലേക്ക് കള്ളിയങ്കാട്ട് നീലിയുടെ കഥ കയറും. ഇരുട്ടിലില്ലാത്ത രൂപങ്ങളെ ഉണ്ടാക്കാൻ കഴിയുന്ന ബ്രെയിന് കള്ളിയങ്കാട്ട് നീലിയെ അവിടെ സൃഷ്ടിക്കും. ഇതാണ് പ്രേതം. അതിതീവ്രമായ വികാരങ്ങൾക്കിടയിൽ മനസ്സിൽ നാം എന്താണോ സൃഷ്ടിക്കുന്നത് അത് നമ്മുടെ മുന്നിൽ യഥാർത്ഥമായി മാറും. ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ രഹസ്യം. നിങ്ങളുടെ ഇന്നത്തെ ജീവിതം, പരാജയങ്ങൾ, നിരാശകൾ, ഇതൊന്നും നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് പുതിയൊരാളെ സൃഷ്ടിക്കാം. നിങ്ങൾക്ക് താല്പര്യമുള്ള വിജയിയായ സന്തോഷവാനായിട്ടുള്ള ഒരു വ്യക്തിയുടെ ചിത്രം മനസ്സിൽ കണ്ട് കൃത്യമായ ഇമോഷനുകളിലൂടെ, പരിശീലനത്തിലൂടെ നമുക്ക് നമ്മുടെ തലയിലേക്ക് ഒരു പുതിയ വ്യക്തിയായിട്ട് കയറ്റാം. നിങ്ങൾക്ക് പുതിയൊരു വ്യക്തിയായിട്ട് മാറാം. പക്ഷേ അതിന് നിങ്ങൾ നിങ്ങളുടെ ബ്രെയിനെ കുറിച്ച് കൂടുതൽ പഠിക്കണം. ഇപ്പോൾ നിങ്ങളെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ബ്രെയിനിൻ്റെ കടിഞ്ഞാൻ നിങ്ങൾക്ക് തിരികെ പിടിക്കാൻ പറ്റണം. അതിനായിട്ട് എല്ലാ ദിവസവും രാവിലെ 7:30 IEAS ഇന്നർ എനർജി ആക്ടിവേഷൻ സിസ്റ്റം എന്ന പേരിൽ ഞാനൊരു പ്രത്യേക പരിശീലനം നടത്തുന്നുണ്ട്. അവിടെ നിങ്ങളുടെ ബ്രെയിനിനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരും. പുതിയൊരു വ്യക്തിത്വത്തിലേക്ക് നിങ്ങളെ ഞാൻ മാറ്റിയെടുക്കും. ഞാനിങ്ങനെ എടുക്കും. നമ്മൾ മനുഷ്യർ വലിയൊരു പോരാട്ടത്തിൻ്റെ ഭാഗമാണെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു, നിങ്ങൾക്ക് ഓർമ്മയില്ലേ? പച്ചിലകൾ മുതൽ തുടങ്ങുന്ന ഈ പോരാട്ടം ശരിക്കും പ്രകൃതിയുടെ നിയമം എന്താണെന്ന് വെച്ചാൽ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്. മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയുന്നവർ മാത്രമേ ഇവിടെ നിലനിൽക്കൂ. നമ്മൾ മനുഷ്യർ മൃഗങ്ങളോട് പോരാടി, പരസ്പരം പോരാടി, ഇപ്പോൾ നമ്മൾ തന്നെ സൃഷ്ടിച്ച ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനോട് പോരാടിക്കൊണ്ടിരിക്കുക. ഇനി ഒരു പക്ഷേ ഏലിയൻസ് വരും. പോരാട്ടം നിലക്കാൻ പോണില്ലെന്നർത്ഥം. എന്താണ് ഈ പ്രപഞ്ചത്തിൽ നിയമം? എങ്ങനെയാണ് നമ്മുടെ ബ്രെയിൻ ഉപയോഗിച്ച് ലോകം കീഴടക്കാൻ കഴിയുന്നത്? അടുത്ത വീഡിയോയിൽ ആ വലിയ രഹസ്യം ഞാൻ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരാം. ഓൾറൈറ്റ്.